അവസ്ഥയാണ്. റാണി മുങ്ങിയത് അറിഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും ഇപ്പം മുങ്ങിക്കൊണ്ടിരിക്കും. നല്ല വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ ശക്തിയുണ്ടോ അങ്ങോട്ട് നോക്ക്. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ഉള്ളായിരുന്നു വെള്ളം. പിന്നെ അവിടെ നമുക്ക് സംസാരിച്ചോണ്ടോ പിന്നെ കണ്ടോ കേൾക്കാൻ വരുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ മതി, കേൾക്കാൻ വരുക. വീട്ടിൽ എപ്പോഴും വെള്ളം കയറലില്ല. 18-ലെ വെള്ളം മാത്രം കയറിയിട്ടുള്ളൂ. ഈ വെള്ളത്തിന്റെ വരവ് കണ്ടിട്ട് ഇപ്രാവശ്യം വെള്ളം കയറുമെന്നതോ? ഞങ്ങൾ ഇന്നലെ തിരുവല്ല ആശുപത്രിയിൽ പോയപ്പോ ഇത്രയും വെള്ളമില്ല. ഇന്ന് ആശുപത്രി പോകേണ്ടതുണ്ടായിരുന്നു. രാവിലെ നോക്കിയപ്പോ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത്രയും വെള്ളം കൂടിയെന്ന് മനസ്സിലായത്. മിനിറ്റുകൾക്കുള്ളിലാണ് ഈ വെള്ളം കൂടിക്കൂടി വരുന്നത്. ഇതാണ് ഞങ്ങൾ കുളിക്കുന്ന കടവ്. നാട്ടിലെ നരനാ പോന്നെ. ഫ്രിഡ്ജൊക്കെ വന്ന് കിടപ്പുണ്ട്. തടി പിടിക്കാൻ ഇറങ്ങുന്നു. തടി പിടിക്കാൻ ഇറങ്ങുന്നു. ഫ്രിഡ്ജ് വേണം എടുക്കുന്നു. ഫ്രിഡ്ജ് ഇറക്കുന്നോ ബാബാ? തടി പിടി. രാവിലെ വന്നൊരു മുളങ്കൂട്ടം വന്ന് കയറിയതാണ്. അതങ്ങ് പുറത്ത് ഇറങ്ങി വരുന്നവരുന്നങ്ങ് തടിപിടുത്തം ടീംസാണ് ഇവർ രണ്ടുപേരും. തേങ്ങയൊക്കെ ഉണ്ട്. ഈ ശശിമാമൻ തേങ്ങ പിടിക്കാൻ ഇറങ്ങാത്തത് കൊണ്ട്. എന്ത് തേങ്ങ? അതോടെ പോകുന്നു. ഒരുപാട് തേങ്ങകളൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. വെള്ളം എത്രത്തോളം കൂടി വരുന്നുണ്ടെന്ന് നോക്കാൻ ആൾക്കാരെല്ലാം പാലത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നു. പോകുന്ന വഴി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടവിന്റെ അവിടെ കുറേ തേങ്ങകളുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ട് അച്ചാച്ചി അവിടെ ഇറങ്ങിയിട്ട് തേങ്ങകൾ പിറക്കാൻ പോയി. അച്ഛൻ തേങ്ങ പിറക്കുന്ന സമയത്ത് ഞങ്ങൾ ചേച്ചിയെ ഫോൺ വിളിച്ചു. റോഡിലോട്ട് ഒരു ചാക്കം കൊണ്ട് പെട്ടെന്ന് വരാൻ ഞങ്ങൾ പറഞ്ഞു. ചേച്ചി പെട്ടെന്ന് ചാക്കം കൊണ്ട് ഓടി വന്നു. അച്ഛൻ തേങ്ങ പെറുക്കി തുരുതുരാന്നറിഞ്ഞു. കുറേ തേങ്ങ ഉണ്ടായിരുന്നു. തേങ്ങ പെറുക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയും തേങ്ങകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള മഴ വിശേഷമായി പിന്നെ വരാം. ബൈ ബൈ.